നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു. അത്തം നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലത്തെയാണ് പറയാൻ പോകുന്നത്. 1202 ചിങ്ങമാസം മുതൽ അടുത്ത കർക്കിടക മാസം വരെയുള്ള ഫലത്തെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അത്തം നക്ഷത്രം കന്നിക്കൂറുകാരാണ്. കന്നിക്കൂറുകാർക്ക് ഈ കൊല്ലം കുറേ ഗുണങ്ങൾ ഉണ്ടാകുന്നതും നിങ്ങളുടെ പ്രതീക്ഷകൾക്ക്, സ്വപ്നങ്ങൾക്ക് യാഥാർത്ഥ്യം കിട്ടുന്നതുമായ ഘട്ടമാണ്. കാരണം വ്യാഴഗ്രഹം 11ലേക്കാണ് വരുന്നത്. 12ലും വരുന്നുണ്ട് എങ്കിലും അത് വലിയ പ്രശ്നമായിട്ട് നിങ്ങൾ എടുക്കേണ്ട. 12ാം വേഴത്തി ദോഷമാണ്. ശനി 7ലും ആണ് സഞ്ചരിക്കുന്നത്. 2028 ആദ്യ മാസം വരെ നമുക്ക് ശനി 8ലുണ്ട്. ചില മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും ശനി 8ൽ നിന്ന് പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ, ശനി 7 പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ 2028 വരും. അതേപോലെ ഗ്രഹങ്ങളുടെയൊക്കെ സഞ്ചാരകാലം കൊണ്ടുള്ള ജീവിത നേട്ടങ്ങളും കോട്ടങ്ങളുമാണ് നമ്മൾ പുതുവർഷ ഫലത്തിൽ പറയണം. അപ്പം വേഴത്തിൻ്റെ ഗുണം നോക്ക് നല്ലതാണ്. 11ൽ വേഴ സഞ്ചരിക്കുമ്പോൾ സർവാഭീഷ്ടാഗമോ ജ്യേഷ്ഠപ്രാത നിജാത്മജ വാമകർണോ അർത്ഥലാവശ്യ ചിന്തിയാത് ഏകാദശാദിമേനാണ്. സർവാഭീഷ്ട ആഗമോ എന്നാണ്. വർഷങ്ങൾ കൊണ്ട് നേടണമെന്ന് വിചാരിക്കണ പല കാര്യങ്ങളും നമുക്ക് വിജയിച്ച് നേടാൻ പറ്റും. നിങ്ങൾക്കൊരു പരീക്ഷ എഴുതിയാൽ ജയിക്കും, മത്സരത്തിന് പോയാൽ ജയിക്കും, ഭാഗ്യങ്ങൾ കിട്ടും. ഇഷ്ടകാര്യങ്ങൾ എന്തൊക്കെ എനിക്കത് നേടണം, ഇത് നേടണമെന്നൊക്കെ ആഗ്രഹിച്ചാൽ മാത്രം പോലെ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നേടിക്കിട്ടും. അർത്ഥലാഭം എന്ന് പറയുമ്പോൾ നിറയെ പൈസ കിട്ടും. എന്നാൽ ലോട്ടറി അടിക്കുമോ എന്ന് ചിലവർ ചോദിക്കും. ലോട്ടറി എന്ന് വെച്ചാൽ 500, 1000, 5000 രൂപയൊക്കെ വേണമെങ്കിൽ അടിക്കും. വലിയ എമൗണ്ടൊക്കെ കിട്ടാൻ യോഗം ഉണ്ടെങ്കിൽ നമുക്കതും കിട്ടും. അതുകൊണ്ട് തോന്നെ ലോട്ടറി എടുക്കരുത്. ഭാഗ്യ പരീക്ഷണത്തിന് ഒരെണ്ണം എടുത്തോളണം. അടിക്കണമെങ്കിൽ അത് മതി എന്ന് വിചാരിക്കണം. അങ്ങനെ നല്ല നേട്ടങ്ങൾ കിട്ടും. വേറെയും ചില ലോട്ടറികൾ അടിക്കാനുണ്ട്. അത് ഈ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റ് വരാനും അല്ലെങ്കിൽ ഒരു ജോലി കിട്ടിയാൽ ലോട്ടറി അടിച്ചതിന് തുല്യമാണല്ലോ. ജീവിതകാലം മൊത്തം ഒരു സർക്കാർ ജോലിയാണ് കിട്ടണമെങ്കിൽ ജീവിതകാലം മൊത്തം നിങ്ങൾക്ക് ശമ്പളവും പെൻഷനും ഒക്കെ കിട്ടി, അതൊരു ലോട്ടറിയാണ്. അങ്ങനെ ചെറിയ മാസങ്ങൾ കൊണ്ട് വലിയ ഭാഗ്യങ്ങൾ കിട്ടുമെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനു കിട്ടാനെന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോകും. ഇങ്ങനെയുള്ള നല്ല ജോലി കിട്ടുക, നല്ല അവസരങ്ങൾ കിട്ടുക, നല്ല അഡ്മിഷൻ കിട്ടുക, ആഗ്രഹിക്കാതെ തന്നെ പല സ്ഥാന മാന അധികാര അംഗീകാരങ്ങളൊക്കെ കിട്ടുക, രാഷ്ട്രീയ സംഘം സമുദായം പൊതുപ്രഭുത്വ രംഗങ്ങൾ ശോഭിക്കുക, കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാരന്മാർക്കും മാത്രമേ ഉള്ള വളർച്ച, അവർക്ക് മാത്രമേ അംഗീകാരങ്ങളുള്ളൂ. അല്ല, ഒരു മുറുക്കാൻകട തുടങ്ങിയ അവനും അവൻ്റെ ബിസിനസ് കൊണ്ടും നല്ല നേട്ടങ്ങൾ കിട്ടി ചെറിയ ഒരു തൊഴിലാളി വലിയ ഒരു മുതലാളിയായിട്ടൊക്കെ വരാനുള്ള യോഗങ്ങളുമുണ്ട്. അപ്പോൾ വ്യക്തിഗതമായിട്ട് നമുക്ക് നല്ല ജോലിയും പൈസയും അധികാരവും അംഗീകാരവും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെങ്കിലും രക്ഷപ്പെടും. അപ്പോൾ പിന്നെ ഈ ആര് രക്ഷപ്പെടണില്ല എന്നൊരു ചോദ്യം വരും. അപ്പോൾ കണ്ടകശനി നിൽക്കുന്നത് കൊണ്ട് കുടുംബ കലഹങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ സ്നേഹവും നമ്മുടെ സന്തോഷവും ഭാര്യയ്ക്ക് ഭർത്താവിന് കിട്ടുമ്പോൾ കുടുംബ ബന്ധങ്ങൾ നല്ല രീതിയിൽ വരും. അപ്പോൾ 7ൽ ശനി നിൽക്കുമ്പോൾ പാപേ സപ്തമിക്ക് കളത്ര മരണം യോഗോ വിയോഗോ ശിവ എന്നാണ്. ഭാര്യ കലവിച്ചു പോവേ അല്ലെങ്കിൽ ഭർത്താവ് കലവിച്ചു പോവേ. വിയോഗം എന്ന് പറയുമ്പോൾ രണ്ടുപേരും അടിച്ചു പിരിഞ്ഞു പോകണമെന്നല്ല. ഒരാൾക്ക് ചിലപ്പോൾ ഒരു ജോലി കിട്ടി വിദേശത്ത് പോകണം, ഒരാൾ സ്വദേശത്ത് നിൽക്കണം. അങ്ങനെ ചില അകൽച്ചകൾ, പഠിക്കാൻ വേണ്ടി വിദേശത്ത് പോവാം, ജോലിക്ക് വേണ്ടി പോവാം. അങ്ങനെ രണ്ടുപേരും 2 രാജ്യത്തെ 2 ദേശത്തൊക്കെ ആയിപ്പോകും എന്നുള്ളതേ ഉള്ളൂ. അത് വിവാഹ ബന്ധത്തിൻ്റെ ദാമ്പത്യ സുഖത്തിന് കുറവ് വരുത്തുമെങ്കിലും സാമ്പത്തിക ഗുണത്തിന് അല്ലെങ്കിൽ വിദ്യാഗുണത്തിന് പുരോഗതി ഉണ്ടാക്കുന്നതും വരും. പിന്നെ ചെറിയ കാര്യത്തിലും വഴക്കും അടിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതുകൊണ്ട് ദമ്പതികൾ ഈ സമയങ്ങളിൽ സ്നേഹമായിട്ട് തന്നെ ഇടപെടാനുള്ള ഒരു സമീപനം ഉണ്ടാകണം. കാരണം നമുക്കിങ്ങനെ ഒരു ഗ്രഹപ്പിഴ ഉള്ളതാണ്. ചെറിയ കാര്യം മതി വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാണ്. പിന്നെ ഭാര്യ മാത്രമല്ല, 7ാം ഇടമെന്ന് വെച്ചാൽ ഭാര്യയെ പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഭർത്താവിനെ പോലുള്ള ആൾക്കാർ നമ്മൾക്ക് ചതിയിലൊക്കെ കൊടുക്കുന്ന സമയം ലവർ, ഫ്രണ്ട്സ്, ഇങ്ങനെയൊക്കെയുള്ള ചില ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് ചില ബന്ധങ്ങൾ ഉള്ളത് കൊണ്ട് നീ അവരുടെ മിണ്ടരുത് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകരുത് എന്നൊക്കെ പറയുമ്പം എനിക്ക് അവരൊക്കെ വേണമെന്ന് പറഞ്ഞ് നമ്മൾ അടിയുണ്ടാക്കി കൂടുതൽ വാശിയുടെ പുറത്ത് കുടുംബ ബന്ധങ്ങൾക്ക് കുറവ് വരാൻ
ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാവരും വേണം, പക്ഷേ എല്ലാവരും ഉണ്ട് ചെല്ലാടും ഇല്ല എന്ന് പറയുന്ന തരത്തിൽ എല്ലാവരെയും കിട്ടിയപ്പോൾ ഒന്നും ഇല്ലാതെ പോലെ ആകുന്ന അവസ്ഥകൾ വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ 12 വേഴം വരുമ്പോൾ നമുക്ക് ഒരുപാട് കഷ്ടനഷ്ടങ്ങളുണ്ടാകുമെന്നാണ്. അപ്പോൾ കഷ്ടനഷ്ടവും എങ്ങനെ ഉണ്ടാകും? എന്നിട്ട് 12 വേഴം വീണ്ടും അത് 1 വരാൻ പോവാണ്. 10-ാം മാസം മുതൽ 1-ാം മാസം വരെ നമുക്ക് വേഴം 12 വരും. 1-ാം മാസം മുതൽ വീണ്ടും 2027 6-ാം മാസം 26-ാം തീയതി വരെ വീണ്ടും അത് കർക്കിടകൻ രാശി ഉച്ചത്തിൽ വരും. അപ്പോൾ നമുക്ക് കുറച്ച് പൈസയൊക്കെ നഷ്ടം വരും. അപ്പോൾ എങ്ങനെ പൈസ നഷ്ടം വരും ഈ നല്ല സമയത്ത് എന്നൊരു ചോദ്യമുണ്ട്. പൈസ തോനെ കിട്ടുമെന്ന് പറഞ്ഞ് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ പിന്നെന്തൊരു ഉപയോഗം എന്ന് ചിന്തിച്ചാൽ, വീട് വയ്ക്കാൻ വേണ്ടിയാ, വസ്തു വാങ്ങിക്കാൻ വേണ്ടിയാ, ബിസിനസ് തുടങ്ങാൻ വേണ്ടിയൊക്കെ കുറച്ച് പൈസകൾ നമുക്ക് ചിലവാക്കേണ്ടി വരും. അപ്പോൾ കൈ ഇരുന്നത് പോവില്ല, വീട് വയ്ക്കുമ്പോൾ പൈസ തീരും. അപ്പോൾ അതേപോലുള്ള കുറച്ച് സാമ്പത്തിക ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് 11 നിന്ന് 12 ചാടിയിട്ട് വീണ്ടും 12 നിന്ന് 11 വരുമ്പോഴത്തേക്കുള്ള മാറ്റം. അത് വലിയൊരു പരാജയമായിട്ടും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. പിന്നെ സന്താനകാരകനാണ് വേഴൻ. ബുദ്ധിയും പുത്രനും സ്നേഹദേഹമർത്തും ഗുരുത്വവും സുഖവും മന്ത്രം നയവും വസയും ഗുരുവെന്നാണ്. അപ്പോൾ ബുദ്ധി നമുക്ക് കിട്ടും. ബുദ്ധി പോയി കഴിഞ്ഞാൽ, ബുദ്ധി ഭ്രമം വന്നു കഴിഞ്ഞാൽ ഭ്രാന്തായി പോകും. അപ്പോൾ ബുദ്ധി കിട്ടുമെന്ന് പറയുമ്പം നമ്മൾ കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ളൊരു ബുദ്ധി നമുക്ക് തോന്നും. പുത്രരും മക്കൾക്ക് നല്ലത് വരും. മക്കളെന്നാണ്. അപ്പോൾ ഉള്ള മക്കൾക്ക് ജോലി കിട്ടണില്ല, വിവാഹം കിട്ടണില്ല, പൈസ കിട്ടണില്ല, അഡ്മിഷൻ കിട്ടണില്ല എന്നൊന്നും വിചാരിക്കരുത്. പിള്ളേർക്ക് നല്ല ജോലിയും പൈസ, അഡ്മിഷനും കാര്യവും മക്കളുടെ കാര്യത്തിലും പുരോഗതിയൊക്കെ കിട്ടും. അതേപോലെ സ്നേഹദേഹമർത്ഥം ഗുരുസ്നേഹം, എല്ലാവരുടെയും പ്രീതി കിട്ടും. ദേഹം കിട്ടുമെന്ന് പറയുമ്പോൾ അതെന്തൊരു ദേഹം എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. നമ്മൾ വയസ്സായി ആഹാരമൊക്കെ കഴിക്കാതെയൊക്കെ ഉണങ്ങി കരിഞ്ഞ് നിൽക്കുന്ന ഒരാളാണെങ്കിലും നല്ല ആരോഗ്യം, സൗന്ദര്യം, ബുദ്ധി, തേജസ്, കൊച്ചു കുട്ടികളെ പോലുള്ള ആരോഗ്യം ഒക്കെ നമുക്ക് കിട്ടി ശരീരത്തിൻ്റെ നിലനിൽപ്പ് കുറച്ചും കൂടി സന്തോഷവും ആരോഗ്യകരമായും വരും. ഗുരുത്വം, മറ്റുള്ളവരുടെ ഗുരുസ്ഥാനങ്ങളും ബഹുമാനങ്ങളും അംഗീകാരങ്ങളും ഒക്കെ നമുക്ക് കിട്ടും. മന്ത്രിത്വം കിട്ടുമെന്നാണ്. മന്ത്രി എന്ന് പറയുമ്പോൾ നിങ്ങളേത് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നോ അതിൻ്റെ പ്രമുഖമായ സ്ഥാനങ്ങൾ, ഡയറക്ടർ, മാനേജർ, പ്രസിഡൻറ്റ്, മന്ത്രിയാവണമെങ്കിലും ചിലപ്പോൾ രാഷ്ട്രീയക്കാരനാണെങ്കിൽ മന്ത്രിയാവും. അപ്പോൾ അങ്ങനെ നല്ല രീതിയിലുള്ള ഐശ്വര്യ അഭിവൃദ്ധിയും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതകളും യോഗങ്ങളും ഒക്കെ നമുക്ക് കിട്ടുന്നതാണ് ഈ 11 വേഴത്തിൻ്റെ സ്ഥിതി. 12 വേഴം വരുമ്പോൾ ഇത്തിരി സൂക്ഷിച്ചോളണം. 12-ാം വേഴം പൈസ കിട്ടും, നല്ല കാര്യത്തിന് പണം വ്യയം ചെയ്യുന്നു എങ്കിലും വേഴം 12 നിൽക്കുമ്പോൾ നമുക്ക് ഈശ്വരാനുകൂല്യം വെച്ച് കുറഞ്ഞ് നിൽക്കുന്ന ഘട്ടമാണ്. അപ്പോഴും നമുക്ക് എല്ലാ കാര്യത്തിനും തടസ്സം വരണത് മാത്രമല്ല, വീട്ടിൽ ചെറിയ കാര്യത്തിനും ബന്ധുക്കളോട് വഴക്കുണ്ടാകുകയും, നമ്മളൊരു വീട് വച്ചെങ്കിലും അയ്യോ അത് കടമായിപ്പോയെന്നും കൊണ്ട് പെട്ടെന്ന് വിറ്റിട്ട് അത് വേറെ ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് തോന്നുകയും, വണ്ടി വാങ്ങിച്ചാൽ കടം വരികയും, സന്താനകാരകം 12 നിൽക്കുമ്പോൾ പിള്ളേർ പറഞ്ഞാൽ കേൾക്കണില്ലെന്നും പറഞ്ഞുകൊണ്ട് പിള്ളേരുടെ വഴക്കുണ്ടാക്കുകയും, അങ്ങനെ പിള്ളേരുടെ വിവാഹത്തിന് തടസ്സം ചെയ്യുക, അവരുടെ വിദ്യാഭ്യാസത്തിന് അച്ഛനമ്മമാർ തടസ്സം ചെയ്യണതല്ല. നീ അത് പഠിക്കണ്ട, ഇത് പഠിച്ചാൽ മതി എന്ന് പറയും. നീ അത് പഠിക്കണതിനേക്കാൾ നല്ല ഇത് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പിള്ളേർ കേട്ടില്ലെങ്കിൽ അതൊരു പ്രോബ്ലമാണ്. പിള്ളേർ കലവിച്ചു പോകാനും മരിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട് 12 വേഴം നിൽക്കുമ്പോൾ. അത് ഈ കൊല്ലത്തിനേക്കാളും അടുത്ത കൊല്ലമാണ് കൂടുതൽ ആ ദോഷങ്ങൾ നമ്മളെ ചുറ്റി പിടിക്കണം. എങ്കിലും നമുക്ക് ആ 10-ാം മാസം മുതൽ ജനുവരി 2027 ജനുവരി വരെയുള്ള കാലഘട്ടമാണ് ഇത്തിരി ബുദ്ധിമുട്ടുകളുള്ളത്. ആ സമയം നമ്മൾ വിഷ്ണുവിനെ ഭജിക്കണം, കൃഷ്ണനെ ഭജിക്കണം. ശ്രീരാമാദ്യവതാര വിഷ്ണു ഇതര ക്ഷേത്രേഷു ചന്ദ്രാത്മജ, ചന്ദ്രൻ്റെ ആത്മജനായ ബുധൻ്റെ ഗ്രഹത്തിൻ്റെ രാശിയിലൊക്കെ നമ്മൾ നിൽക്കുന്ന സമയത്ത് ശ്രീരാമൻ്റെ 10 അവതാരമുണ്ട്. ശ്രീരാമൻ്റെ അവതാരമുള്ള വിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളുണ്ട്. അത് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി, ജനാർദ്ദനൻ, ഇങ്ങനെ 10 അവതാരമൂർത്തികളെയും പോയി കണ്ട് പ്രാർത്ഥിച്ച് പ്രവർത്തിക്കുമ്പോൾ നല്ലത് വരും. കണ്ടക ശനിക്ക് നമ്മൾ ദീർഘസുമംഗലി പൂജ, ദീർഘമാംഗല്യ പൂജ, ഐശ്വര്യ പൂജ ഇതൊക്കെ ചെയ്യണം. തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് ഗണപതി ഹോമം, ഭഗവത് സേവയൊക്കെ ചെയ്യണം. കുടുംബക്ഷേത്രത്തിൽ പോകണം. ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും അവരുടെ മതപരമായിട്ടുള്ള
അമ്പലങ്ങളിലും പള്ളികളിലും നേർച്ചകൾ, കുർബാനകൾ, പ്രാർത്ഥനകൾ, നിസ്കാരങ്ങൾ, നോമ്പ് ബലികൾ, ഇങ്ങനെയൊക്കെയുള്ള ആ രീതിയിലുള്ള ആചാര അനുഷ്ഠാനങ്ങൾ നടത്തുമ്പോൾ നമുക്ക് വലിയ ദോഷങ്ങൾ മാറി കിട്ടും. ചില ആൾക്കാർക്ക് ഒരു കാലത്ത് ഒരു കുഴപ്പവും കാണുന്നില്ല. എന്ത് കാര്യം? അവർക്ക് കുഴപ്പമുണ്ടെങ്കിലും കുഴപ്പമില്ലെങ്കിലും ഉള്ളത് കൊണ്ട് ഓണം പോലെ അങ്ങ് ജീവിക്കും. പിന്നെ അവർ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്തൊക്കെ അമ്പലത്തിൽ ചെയ്യാനുള്ളതും പള്ളിയിൽ ചെയ്യാനുള്ളതും ബന്ധുക്കൾക്ക് ചെയ്യാനുള്ളതും കുടുംബത്തിന് ചെയ്യാനുള്ളതും നാട്ടുകാർക്ക് ചെയ്യാനുള്ളതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ജീവിതത്തിൽ നേരിടേണ്ടി വരില്ല. നമ്മളൊക്കെ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ഒരാപത്ത് വരുമ്പോൾ മാത്രം അമ്പലത്തിൽ പോകണവരും പ്രാർത്ഥിക്കാൻ പോകണവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അതല്ല, നമ്മൾ ഉള്ള ദേവന്മാരുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി നമ്മൾ ഭഗവാനെ നിരന്തരം പ്രാർത്ഥിച്ച് സമയം കിട്ടുമ്പോഴൊക്കെ അതിൻ്റെ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ അനുഷ്ഠിച്ച് പോകുമ്പോൾ നമുക്ക് ഒരു ഗ്രഹപ്പിഴകളും ബാധിക്കാതിരിക്കും. അപ്പോൾ ജാതകത്തിൽ നല്ല ദശാകാലമാണോ എന്നൊന്ന് നോക്കണം. നല്ല ദശയാണെങ്കിൽ നമുക്ക് എല്ലാവിധ ഐശ്വര്യ പ്രവൃത്തികളും വീടും വസ്തുവും ധനവും പണവും ഒക്കെ കാണും. കാരണം ജാതകത്തിലെ ഫലമാണ് ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ. ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ജ്യോത്സ്യരെ നിങ്ങൾ വീട് വയ്ക്കുന്നു, വസ്തു വാങ്ങിക്കുന്നു, ജോലി കിട്ടും, എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറയുന്ന കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ ജാതകം പരിശോധിച്ച് നോക്കുമ്പോഴുള്ള കഥ എന്താണ്? അയാൾക്ക് ചിലപ്പോൾ കയ്യിരിക്കുന്ന എല്ലാ സാമ്പത്തികങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമയമാണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോകും. അതാണ് കാര്യം. ജാതകമാണ് പ്രധാനം. ജാതകത്തിലുള്ള ഫലങ്ങളാണ് ഒരു വ്യക്തി പൂർണ്ണമായിട്ട് ജീവിതകാലം മൊത്തം അനുഭവിക്കുന്നത്. അപ്പോൾ ജാതകത്തിൽ നമുക്ക് നല്ലതാണെങ്കിൽ എല്ലാ ഐശ്വര്യവും കിട്ടും. ജാതകത്തിൽ വല്ല ദശാസന്ധികൾ, സമയദോഷങ്ങൾ, രാഹു ദശ, ശനി ദശ, ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉള്ള സമയത്ത് ഒരാൾ തകർന്ന് നശിച്ചു പോകുമെന്നാണ് ഫലം. അപ്പോൾ ആ ഫലത്തിൽ നിന്നും നമുക്ക് ജാതകത്തിൽ കുഴപ്പമാണെങ്കിൽ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ അനുകൂലമായ സഞ്ചാരകാലങ്ങൾ വരുമ്പോൾ നമുക്ക് ആ ജാതക ദോഷങ്ങളിൽ നിന്നും കുറച്ചെങ്കിലും ഗുണം കിട്ടി രക്ഷപ്പെടാൻ പറ്റും. അതേസമയം ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ ആ നന്മകളും ഈ നന്മകളും നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് കിട്ടുമ്പോൾ ഇരട്ടി ഗുണവും സമൃദ്ധി സന്തോഷവും കിട്ടും. അങ്ങനെ ജാതകത്തിൽ നമുക്ക് വളരെ ദോഷവും ജീവിതത്തിലും വലിയ ദോഷമാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്താലും എത്ര അമ്പലത്തിൽ പോയാലും ദൈവത്തെ കണ്ടാലും ആശുപത്രിയിൽ പോയാലും കോടതിയിൽ പോയാലും ഗുണം കിട്ടാതെ പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോഴും സമയം കിട്ടുമ്പോൾ ഭഗവാനെ ഭജിക്കണം. കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം വഴിപാട്, കുടുംബക്ഷേത്രത്തിൽ ദർശനം വഴിപാട്, അടുത്തുള്ള അമ്പലങ്ങൾ ഗ്രാമദേവന്മാരെ ഭജിച്ച് ഈശ്വര ഭക്തിയോടുകൂടി ജീവിച്ച നിങ്ങൾക്ക് 11 വേഴത്തിൻ്റെ ഗുണം തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. 11 വേഴം വന്നെങ്കിൽ നമുക്കൊരു ഗുണം കിട്ടൂല എന്നാ ജ്യോത്സ്യർ പറയണമെന്ന് നിങ്ങൾ വിചാരിക്കുക. അതല്ല, 11 വേഴം നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും കിട്ടും. ജാതകദോഷത്തിന് പരിഹാരം ചെയ്യണം. അപ്പോൾ ജാതകം പരിശോധിച്ച് നോക്കണം. ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം, ഫീസ് ഇതൊക്കെ അയച്ചു തരണം. ആരും ഫോൺ വിളിക്കരുത്. അല്ല ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾക്കും കുടുംബജനങ്ങൾക്കും സന്താനങ്ങൾക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്ന വർഷമാണ് ഈ കൊല്ലം. അതുകൊണ്ട് ധൈര്യം സംഭരിച്ച് ഏത് പരീക്ഷയ്ക്കും മത്സരത്തിനും കാര്യത്തിന് പോയാലും തീർച്ചയായിട്ടും നമുക്ക് വിജയിച്ച് നേടാൻ പറ്റും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് കാലഭൈരവ സ്വാമിയോടും പത്മനാഭ സ്വാമിയോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.